പൊറോട്ടയുടെ കൂടെ ബീഫ് തന്നെ, വെറും ബീഫല്ല, ഗുഡ് മോർണിംഗിൻ്റെ ബീഫ് പരട്ട് സെറ്റ്. ഗ്രേവി നല്ല കുറാന്നുണ്ട്, നല്ല സോഫ്റ്റ്, 2 വിരൽ കൊണ്ട് മുറിച്ചെടുക്കാം. ഒരു ടേബിൾ ഒഴിഞ്ഞാൽ ആ ടേബിളിൽ കയറാൻ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുക, അത്രയ്ക്ക് തിരക്കാണ് എപ്പോഴും. ഇവിടെ വന്നിട്ട് പോകുന്നവർ പ്രധാനമായിട്ട് ഓർക്കുന്ന ഒരു രുചിയാണ് മസാല ടീ. മോനെ സുലൈമാനി എന്ന് പറഞ്ഞാൽ അത് അജാതി ഐറ്റമാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പം നിങ്ങളായിരിക്കും ഈ ഗുഡ് ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ട് ഗുഡ് ഈവനിങ്ങിലേക്ക് പോകേണ്ട സമയത്ത് കയറി ഗുഡ് മോർണിംഗ് എന്താ പറഞ്ഞത്. എനിക്ക് ഇവിടെ നിന്നാൽ ഗുഡ് മോർണിംഗ് മാത്രമേ പറയാൻ പറ്റൂ. കാര്യം എന്താണെന്നറിയാം, ഞാൻ നിൽക്കുന്നത് ഹോട്ടൽ ഗുഡ് മോർണിംഗിൻ്റെ ഫ്രണ്ടിലാണ്. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായ കരമനയിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടൽ ഗുഡ് മോർണിംഗ്. ഇതേ നോക്ക്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുമേ ഇത്രയും ഗ്ലാസ്സൊക്കെ ഇട്ട് കമനീയമായി അലങ്കരിച്ച് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഈ വിറക് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് എന്തിനാണ്? തൂക്കി വിൽക്കാനല്ല. ഇവിടെ ഗ്യാസിലുള്ള ഒരു പാചകവുമില്ല, എല്ലാം വിറകടുപ്പിലുള്ളത്. അപ്പോൾ ഇവിടെ കിട്ടാൻ പോകുന്ന ഫുഡിൻ്റെ രുചി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെ നമ്മുടെ റൊണാൾഡോ വർക്കിൻ്റെ സ്ഥിര ശൈലി അകത്ത് ചെന്നിട്ട് കാണാം. ധൈര്യമായിട്ട് പോരും. ഏകദേശം 40 വർഷത്തോളമായി തിരുവനന്തപുരത്തിൻ്റെ സ്പന്ദനമാണ് ഹോട്ടൽ ഗുഡ് മോർണിംഗ്. ഒരുപാട് ഐറ്റങ്ങൾ തന്നെ നിങ്ങളെ അങ്ങ് കൊതിപ്പിക്കത്തൊന്നുമില്ല, പക്ഷേ ഉള്ളത് വളരെ രുചിയോടെ നിങ്ങളുടെ മനസ്സിൽ എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലായി. ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി? ഒരു വർഷം കഴിഞ്ഞു. അതുവരെ കുഞ്ചാലുമൂട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ ഹോട്ടൽ. കുറച്ച് വിഭവങ്ങൾ നൽകി ഈ 40 വർഷത്തോളമായിട്ട് ഇങ്ങനത്തെ പ്രസ്ഥാനം ഈ തിരുവനന്തപുരം സിറ്റിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് മുമ്പിൽ എന്തായിരിക്കും? പ്രധാനമായിട്ട് ഒരേ ഒരു കാര്യം, രുചി. അതല്ലേ ഹോട്ടലിൽ ഏത്തോടത്ത് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുക്കളയിലോട്ട് കയറി നോക്കാം. ഇവിടെ കൂടുതൽ പരസ്യവാചകങ്ങളൊന്നും പറയാനുള്ള സമയമില്ല. അഥവാ സമയമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ കേൾക്കാൻ ആരുമില്ല. കാര്യം അത്രയ്ക്ക് തിരക്കാണ് എപ്പോഴും. ഒരു ടേബിൾ ഒഴിഞ്ഞാൽ ആ ടേബിളിൽ കയറാൻ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. നമ്മൾ ഷൂട്ടിൻ്റെ കാര്യത്തിന് ഇവിടേക്ക് വിളിച്ചപ്പോഴും ഒരു പ്രത്യേകം പറഞ്ഞു, ഇവിടുത്തെ കസ്റ്റമറിനെ യാതൊരു രീതിയിലും ബുദ്ധിമുട്ടിക്കരുത്. ബാക്കി കിച്ചണിലെ കുറേ വിശേഷങ്ങളില്ലേ, അതിവിടെ നല്ല അബദ്ധം. ഇവിടെ വന്നിട്ട് പോകുന്നവർ പ്രധാനമായിട്ട് ഓർക്കുന്ന ഒരു രുചിയാണ് മസാല ടീ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ചേരുന്നത് അറിയണം? ഇഞ്ചി, പുതിനയില, പിന്നെ ഇവരുടെ ഒരു പ്രത്യേകതരം കൂട്ടായ മസാല. അതിട്ട് ഒരെണ്ണം അടിച്ചുകൊണ്ടല്ലോ മോനെ സുലൈമാനി എന്ന് പറഞ്ഞാൽ അത് അജാതി ഐറ്റമാണ്. ബാക്കിയുള്ള ഐറ്റമുണ്ട്. ഇവിടെ നമ്മുടെ കുറേ ചങ്ക് ചേട്ടന്മാരുണ്ട്, അവർ ഭയങ്കര തിരക്കിലാണ്. അതുമാത്രമല്ല നല്ല ചൂടാണ് ഇവിടെ ഇങ്ങനെ ബീഫ് പെരട്ടും ഫ്രൈയും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റോസ്റ്റ് തീർന്ന് 2ാം ഘട്ട റോസ്റ്റുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ നമ്മുടെ അടിപൊളി ചേട്ടൻ പൊറോട്ട ഇങ്ങനെ പാഴ്സൽ. ഇവിടെ പാഴ്സലാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ വന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പാഴ്സൽ നന്നായിട്ട് പോകുന്നുണ്ട്. അത് പോകാതിരിക്കത്തില്ലല്ലോ. 40-45 വർഷമായിട്ടൊരു ഹോട്ടൽ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പിന്നെ പോയില്ലെങ്കിൽ എന്താണ്? കാരണം കഴിക്കുന്നവരാരും ഇവിടുത്തെ രുചിയെക്കുറിച്ച് ഒരിക്കലും മറക്കത്തില്ല. ഞാൻ അവിടെ ചോദിച്ചു ഇവിടുത്തെ കച്ചവട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. 250-300 കിലോയ്ക്കകത്ത് ബീഫാണ് ഒരു ദിവസം ചിലവാകുന്നത്. കൂടുതലായിട്ട് ഒന്നും കൊടുക്കത്തില്ല. പൊറോട്ട, ഇടിയപ്പം, ഒറട്ടി, ബീഫ് റോസ്റ്റ്, ബീഫ് വരട്ട്, ബീഫ് ഫ്രൈ, പിന്നെ നമ്മുടെ കിടുക്കാച്ചി മസാല ടീ. ഇത്ര ഐറ്റം ഇവിടെ വന്ന് കഴിച്ചാൽ ഏത് പാതിരാത്രി ഗുഡ് മോർണിംഗിന് തുല്യമാവും. അതായത് നമ്മുടെ ഗുഡ് മോർണിംഗ് നമുക്ക് കിട്ടുന്ന ഒരു ഉന്മേഷം, അതാണ് ഇവരുടെ ഹൈലൈറ്റ്. അതാണ് ഹോട്ടൽ ഗുഡ് മോർണിംഗ്. ഇവിടെ വന്ന് ഞങ്ങൾ ഹോട്ടലിനകത്തും പുറവും എല്ലാം ഷൂട്ട് കഴിഞ്ഞിട്ട് ഏകദേശം 1 മണിക്കൂറോളം ഞാൻ എൻ്റെ വരാന്തിരുന്ന് ഉറങ്ങി. എന്താണ് കാരണം? എനിക്ക് ഉറക്കം വന്നത് കൊണ്ടല്ല, ഇവിടെ ഇരിക്കാനൊരു സൗകര്യം കിട്ടണ്ടേ. ഞാൻ ഇരുന്ന് കഴിച്ചാലേ രുചി എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലല്ലോ ഗുഡ് മോർണിംഗ് ഹോട്ടലിലെ രുചിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. കാര്യം 10-40 വർഷമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ കയറി കഴിക്കാത്തവരായിട്ട് തിരുവനന്തപുരം ജില്ല ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കിവിടെ ഒരു ബീഫ് പെരട്ടും ഒറട്ടിയും പൊറോട്ടയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മസാല ടീയും അടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നോ. ഷിബിച്ചേട്ടാ
ശിവച്ചേട്ടനാണ് ഇതിൻ്റെ ഓളിൻ ഓൾ. പക്ഷെ നല്ല തിരക്കാണ് ഇവിടുത്തെ സ്റ്റാഫുകൾക്ക്. ഒരു ശകല സമയം പോലും ഒരിടത്ത് നിൽക്കാനോ നടക്കാനോ ഉള്ള സമയം കിട്ടാറില്ല, അത്രയ്ക്ക് തിരക്കാണ്. ഒരു സൈഡിൽ കഴിക്കുന്നവരുടെ തിരക്ക്, മറു സൈഡിൽ പാഴ്സലിൻ്റെ തിരക്ക്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഹായ് കൊടുത്തേക്ക്. നല്ല തിരക്കിലാണ്, അതുകൊണ്ട് ഞാൻ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ബീഫ് പെരട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ സവാള ഗിരിഗിരി ഒരു നല്ലതാണല്ലോ. ഒരു മസാല ടീ കൂടെ തന്നേരെ കട്ടൻ തുടങ്ങാം. നല്ല ചൂടുണ്ട്. പിന്നെ ബീഫ് ഫ്രൈ ആണെങ്കിലും കറിയാണെങ്കിലും അതിൻ്റെ ഒരു സവാള കഴിക്കുന്ന എപ്പോഴും ഒരു അതിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതേ ഗുഡ് മോർണിംഗ് ഹോട്ടലിലെ ഗുഡ് ഈവനിങ് നേരത്തുള്ള ബീഫ് റോസ്റ്റും പൊറോട്ടയും. ചുമ്മാതാന്ന് ആൾക്കാർ ഒരു ക്ഷമ പോലും ഇല്ലാതെ വന്നാൽ ഉടനെ കഴിക്കാൻ വേണ്ടി തിരക്കുണ്ടാക്കുന്നതും പാഴ്സൽ മേടിക്കുന്നുണ്ട്. എന്താ ടേസ്റ്റ് എന്നറിയാം. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. 40-45 വർഷമായിട്ടൊരു ഹോട്ടൽ നിലനിൽക്കുക എന്ന് പറഞ്ഞെങ്കിലേ അത് ടേസ്റ്റ് ചെയ്യണ വേണം. മസാല ടീ ചൂടുണ്ട്. കുറച്ച് എരി ചെന്നതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. ഏകദേശം ഒരു ദിവസം 250 മുതൽ 300 കിലോയോളമാണ് ബീഫ് ചിലവാകുന്നത്. വന്ന് 3 ബീഫ് ഒരു കറിയും കഴിച്ചിട്ടുണ്ടെങ്കിൽ 30 പൊറോട്ടയിൽ 3-4 കറിയും മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. പുതിന ഇഞ്ചി മസാല എരിയുടെ കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനെ അതിന് വേറൊരു ടേസ്റ്റാണ്. എന്നൊരു ഉറച്ച് കഴിച്ചു കൊടുക്കാലോ. ചിലർ പറയുന്നുണ്ട് ഉറക്കയുടെ കൂടെ ഏറ്റവും നല്ലത് ബീഫാണ്, ചിലർ ചിക്കൻ പെരട്ടാണ്, ചിലർ പറയും മട്ടൻ ചാപ്സാണ്. ഞാൻ പറയുന്നു ഉറക്കയുടെ കൂടെ ബീഫ് തന്നെ, വെറും ബീഫ് തന്നെ. ഗുഡ് മോർണിംഗിൻ്റെ ബീഫ് പെരട്ട് സെറ്റ് സെറ്റ്. ഗ്രേവി നല്ല കുറാന്നുണ്ട്. പിന്നെ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്താ അറിയാം, മാന്യമായ ഏരിയയേ ഉള്ളൂ. ചില കടകളിലെ ബീഫായാലും ചിക്കനായാലും നല്ല എരിയും കാണും, ടേസ്റ്റ് അതിൻ്റെ കൂടെയുണ്ട്. ഇവിടെ പക്ഷേ മാന്യമായ എരി, നല്ല കുറുകുറ തിക്കായിട്ടുള്ള ഗ്രേവി, വായിലിട്ട് ഇടുമ്പോൾ തന്നെ വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഗുഡ് ആഫ്റ്റർനൂണിലോ ഗുഡ് ഈവനിങ്ങിലോ ഗുഡ് നൈറ്റിലോ ഒന്ന് കഴിച്ചാൽ നമ്മുടെ മുഖം ഗുഡ് മോർണിംഗ് പോലെ നല്ല തെളിച്ചമുണ്ടാവും. അത്രയ്ക്ക് രുചിയാണ് ഇവർ തരുന്നത്. നല്ല സോഫ്റ്റ് 2 വിരൽ കൊണ്ട് മുറിച്ചെടുക്കാം. പക്ഷേ ഗ്രേവി ഒന്നും കളയാനില്ല കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോഴല്ല തിരക്കിൻ്റെ ഒരു ഗുട്ടൻസ് മനസ്സിലായത്. ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും വീണ്ടും വരും, വീണ്ടും വീണ്ടും കഴിക്കുകയും ചെയ്യും, വീണ്ടും വീണ്ടും പാഴ്സൽ മേടിക്കും. അതാണ് ഗുഡ് മോർണിംഗ്. ഇത് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, സൂപ്പർ. ആ ഒരു ചെറിയ എരി കിട്ടുന്നതിന് കൂട്ടത്തിൽ ഈ ചെറിയ ചൂട് ചെല്ലുമ്പോഴേ ഈ ഒരു സന്തോഷമാണ് ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ എപ്പോൾ വന്നാൽ നമുക്ക് രാവിലെ വരുന്ന പോലെ ഉച്ചയ്ക്ക് വൈകിട്ടും രാത്രിയും. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, എൻ്റെ എപ്പിസോഡ് കണ്ടിട്ട് ഇവിടെ കഴിക്കാൻ വരുന്നവർ ഞായറാഴ്ച ദിവസം ഇങ്ങോട്ട് വരികയേ വേണ്ട. ഞങ്ങളൊന്നും തരത്തില്ല, തരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. അന്നത്തെ ദിവസം അവധിയാണ്, ഒരു ദിവസമെങ്കിലും വേണ്ടേ അവധി. അപ്പോൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് റൊണാൾഡോ ഫുഡ് ബ്ലോഗ് ഗുഡ് മോർണിംഗ് ഹോട്ടൽ ഫ്രം കരമന, തിരുവനന്തപുരം ജില്ല.